ഇന്നത്തെ വീഡിയോയിൽ ചാപ്റ്റർ 13 സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സ്ട്രാ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ചും കൂടി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ഞാൻ വായിക്കാം. ഒരു ക്വസ്റ്റ്യൻ: എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഓഫ് റേഡിയസ് 6 cm, height 15 cm is filled with ice cream. The whole ice cream has to be distributed to 10 children in equal cones with hemispherical tops. If the height of the conical portion is 4 times the radius of its base, find the radius of the ice cream cone. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രോബ്ലം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ടെന്ന് പറയുന്നു. റേഡിയസ് 6 cm ആണ്. സോ ദർ ഇസ് എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. Radius is given 6 cm is the radius. Height it is given 15 cm. സിലിണ്ടറിൻ്റെ ഹൈറ്റ് 15 cm ആണെന്ന് തന്നിട്ടുണ്ട്. The whole ice cream has to be distributed to 10 children. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഓൾറെഡി ഗിവൺ 10. ടെക്സ്റ്റ് ബുക്കിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ അതിൽ നമ്പർ തന്നിട്ടില്ല, കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഓൾറെഡി ഗിവൺ 10 വിത്ത് ഈക്വൽ കോൺസ് വിത്ത് ഹെമിസ്ഫെരിക്കൽ ടോപ്പ്. അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ടത് കോണുകളായിട്ടാണ്. കോണിൻ്റെ ടോപ്പ് ഒരു ഹെമി സ്പിയർ ആണെന്ന് പറയണം. ഈ ഫോമിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. എ ഹെമി സ്പിയർ വിത്ത് കോൺ. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ conical portion is 4 times the radius of its base. Height of the cone, that is the connection they are given. Height of the cone is 4 times the radius of the cone എന്ന് പറയണം. അപ്പോൾ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ 4 times ആണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലേഷൻ കിട്ടാം. H is equal to 4 into r or 4r you can write. ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ 4 times ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ h is equal to 4r എന്ന് പറയണം. രണ്ട് ഫിഗറിലുകൊണ്ട് ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എടുക്കാം, ഇത് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് എടുക്കാം. ഇപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏതിലേക്ക് ചേഞ്ച് ചെയ്യാണ്? കോണ് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. എത്ര കോണാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്? 10 കോൺസ് ഫില്ല് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ നമ്പർ ഓഫ് കോൺസ് 10 ആണെന്ന് പറയുന്നു. ഇനി ഒരു കോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് എന്താ? ഒരു ഹെമിസ്ഫിയർ ആണ്. അങ്ങനെയുള്ള ഒരു ഷേപ്പിലേക്കാണ് നമ്മളത് ഫില്ല് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ ഐസ്ക്രീം കോൺ. ഈ ഐസ്ക്രീം കോണിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ സ്മോൾ r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് എന്താ രണ്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുക. ഈ കണ്ടെയ്നറിലെ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീമാണ് ഇതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ ദ സിലിണ്ടർ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഫിൽഡ്. എന്ന് പറഞ്ഞാൽ എത്ര ഐസ്ക്രീമാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? 10 ഐസ്ക്രീം അല്ലേ. അപ്പോൾ 10 ഇൻറ്റു വോളിയം ഓഫ് കോൺ, ദാറ്റ് ഇറ്റ് വിൽ ബി. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം 10 കോൺസ് വിത്ത് ഹെമിസ്ഫെരിക്കൽ ടോപ്പ്, അതിൻ്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് volume of cylinder is equal to n into volume of cone plus hemisphere. So volume of cylinder is equal to n into volume of cone plus hemisphere. ഒരു കോണും ഹെമിസ്ഫിയറും കൂടി ആഡ് ചെയ്താലാണ് ടോട്ടൽ വോളിയം കിട്ടുക. അത് എത്ര എണ്ണാണുള്ളത്? 10 അല്ലേ. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് n. നമുക്കിനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ നമുക്ക് ഫോർമുല അറിയാം. പൈ r സ്ക്വയർ h ഈസ് ഈക്വൽ ടു n. ഇവിടെ നമ്പർ ഓഫ് കോൺസ് 10 ആണെന്ന് പറയുന്നുണ്ട്. 10 ഇൻറ്റു വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ 1/3 പൈ r സ്ക്വയർ h പ്ലസ് ഹെമിസ്ഫിയർ നമുക്കറിയാം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/3 പൈ r ക്യൂബാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് 1/3 ഉണ്ട്, പൈ വരുന്നുണ്ട്. ദെൻ r സ്ക്വയർ ഈസ് ഓൾസോ ഇത് 1/3 പൈ r സ്ക്വയർ. ആ 3 ടേം ഇതിൽ കോമൺ ആയിട്ട് വരും, അത് പുറത്തേക്ക് എടുക്കാം. സോ വാട്ട് വിൽ ബി റിമൈനിങ്? ഇവിടെ ബാക്കി ഉണ്ടാവുക ഒരു h ആയിരിക്കും, ഇവിടെ ബാക്കി ഉണ്ടാവുക ഒരു 2 ഉണ്ട് അല്ലേ. 2 ഇൻറ്റു 1/3 ആണ് അല്ലേ. അപ്പോൾ 2 ബാക്കി ഉണ്ടാവും, ഒരു 6 ബാക്കി ഉണ്ടാവും. സോ h പ്ലസ് 2r വിൽ റിമെയിൻ. ഇവിടെ ഒരു h ഉം
ഇവിടെ ഒരു 2r ബാക്കി ഉണ്ടാവും കോമൺ ആയിട്ട് പുറത്തെടുത്താൽ. സോ വിൽ ഹാവ് പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് പ്ലസ് 2r എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ ഉണ്ടാവുക ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ച് ആണ്. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ് അല്ലേ. ഇവിടെ 6 സ്ക്വയർ എന്ന് പറയും. 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് 15 ആണ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1/3 ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്മോൾ ആർ എന്ന് തന്നെയാണ് എഴുതേണ്ടത്, നമുക്കറിയില്ല. സോ വി ക്യാൻ റൈറ്റ് ആർ സ്ക്വയർ. ഈ എച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് വാല്യൂ തന്നിട്ടില്ല, പക്ഷേ ബൈ ഗിവൺ കണ്ടീഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് റേഡിയസ് എന്ന് പറയണേ. അപ്പോൾ എച്ചിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4r എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എച്ചിന് പകരം 4r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് 2r അതുപോലെ തന്നെ എഴുതി. റേഡിയസ് നമുക്കറിയില്ല, റേഡിയസ് കണ്ടുപിടിക്കണം. സോ ആർ ക്യാൻ ബി റിട്ടൺ ആർ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഓരോ ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 6 ഇൻറ്റു 6 ഇൻറ്റു 15 ആദ്യം ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. 10 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 10/3 അല്ലേ, ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 4r പ്ലസ് 2r എന്ന് പറഞ്ഞാൽ എത്രയായി? 6r. 4 പ്ലസ് 2 6, r അതുപോലെ തന്നെ എഴുതി 6r. ഇനി ഈ രണ്ട് ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 6 ഇൻറ്റു 6 ഇൻറ്റു 15 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 3 എന്നായി. 10 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 10 ആയി കേട്ടോ. ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 6r. ഇത് നമുക്കറിയാം മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇങ്ങനെ വരും. 6 ഇൻറ്റു 6 ഇൻറ്റു 15 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 10 ആണ്. ഈ 6നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡിവൈഡഡ് ബൈ 6 എന്നാവും അല്ലേ. 6 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. ബാക്കി ഇവിടെ ഉണ്ടാവുക ആർ സ്ക്വയർ ഇൻറ്റു 6 ആണ്. ആർ സ്ക്വയർ ഇൻറ്റു 6 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്യൂബ് എന്നാവും. പവർ നമ്മൾ ആഡ് ചെയ്യണം. 2 + 1 ആർ ക്യൂബ് എന്ന് മാറി വരും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 6ഉം ക്യാൻസൽ ചെയ്ത് കളയാം. 15ൽ 5 3 ടൈംസ്, 10ൽ 5 2 ടൈംസ്. 2 ക്യാൻ ബി കട്ട് ഇൻ 6. ഹൗ മെനി ടൈംസ്? 3. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു ആർ ക്യൂബ് എന്നാണ് വരിക. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഏതാ? 3 ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ ക്യൂബ്. നമുക്കറിയാം ഇഫ് എക്സ്പോണൻസ് ആർ ഈക്വൽ ബേസസ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും പവർ 3 ആണെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 3 ആയിരിക്കും. രണ്ട് സൈഡിൽ ക്യൂബ് റൂട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എക്സ്പോണൻറ്റ് സെയിം ആണെങ്കിൽ ബേസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആർ വിൽ ബി ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുക. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഐഡിയ പിടികിട്ടി കഴിഞ്ഞാൽ ചെയ്യണം. ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിലിണ്ടറിൽ നിന്ന് കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണു അല്ലെങ്കിൽ ഐസ്ക്രീം ചേഞ്ച് ചെയ്യുമ്പോൾ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. എ കോൺ ആൻഡ് എ സിലിണ്ടർ ആർ ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് ദയർ റേഡിയൈ ഓഫ് ദ ബേസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദയർ വോളിയംസ്. ഇതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. കോൺ ആൻഡ് സിലിണ്ടർ. ഒരു കോണും ഒരു സിലിണ്ടർ ആണുള്ളത്. What is the condition given? A cone and cylinder. We have condition given like this. Are of the same height. രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണെന്ന് പറയണം. സെയിം ഹൈറ്റ്. And their radii of the same base. And their radii of the same base are in the ratio of 2:1. ഇതിൻ്റെ റേഡിയൈ തമ്മിലുള്ള റേഷ്യോ, ഇത് റേഡിയസ് R1ഉം ഇതിൻ്റെ റേഡിയസ് R2 ആണെന്ന് വിചാരിക്കുക. R1 എന്ന് പറഞ്ഞാൽ കോണിൻ്റെ റേഡിയസ്, R2 എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ റേഡിയസ്. അതാണ് പറയണത്. അത് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. R1:R2. അതാണ് അവർ പറയണത് 2:1 എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ റേഡിയൈ. രണ്ടിൻ്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് പറയണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദയർ വോളിയം. അതായത് ആദ്യത്തെ വോളിയം V1 ആണെങ്കിൽ രണ്ടാമത്തെ വോളിയം എന്തായിട്ട് എടുക്കാം? V2. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. V1 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോൺ, V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ. ഈ രണ്ടെണ്ണത്തിൻ്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഫോർമുല എഴുതുമ്പോൾ V1/V2 ഈസ് ഈക്വൽ ടു, V1 എന്ന് പറഞ്ഞാൽ ഏതാ? വോളിയം ഓഫ് ദ കോൺ, V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സിലിണ്ടർ.
അപ്പോൾ V1 കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ ആറല്ല R1² എച്ച് എന്ന് വരും ആദ്യത്തെ റേഡിയസ്. ഡിവൈഡഡ് ബൈ V2 എന്ന് പറഞ്ഞാൽ ഏതാ? വോളിയം ഓഫ് ദ സിലിണ്ടർ കേട്ടോ. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? പൈ R² എച്ച്. ഇവിടെ ആറല്ല R2 ആണ്, രണ്ടാമത്തെ റേഡിയസ് സിലിണ്ടറിൻ്റെ R2 ആണ്. സോ R2². ഹൈറ്റ് രണ്ടും സെയിം തന്നെയാണ്, അപ്പോൾ എച്ച് എന്ന് എഴുതി. റേഡിയസ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ R1² ഇവിടെ ആകുമ്പോൾ R2² ആയി. V1 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോൺ, V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം. നോക്കാം നമുക്ക് ഇതിൽ പൈ ക്യാൻ ബി ക്യാൻസൽ, എച്ച് ഓൾസോ ക്യാൻ ബി ക്യാൻസൽ. പൈയും എച്ചും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി അവിടെ ഉണ്ടാവുക ഏതാ? ഒരു 1/3 ഉണ്ട് അല്ലേ, അതിനെ മാറ്റി നിർത്താം. ഇനി അവിടെയുള്ളത് R1² ബൈ R2² ആണ് അല്ലേ. ബാക്കി ഉണ്ടാവുക R1² ബൈ R2² ആണ്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/3 ഇൻറ്റു കോമൺ ആയിട്ട് എക്സ്പോണൻറ്റ് പുറത്തെടുത്ത് എഴുതാം അല്ലേ, R1 ബൈ R2 ഹോൾ സ്ക്വയർ. നമുക്കറിയാം A⁻m/B⁻m ആണെങ്കിൽ A/B m എന്ന് എഴുതാം. കോമൺ ആയിട്ട് എക്സ്പോണൻറ്റ് പുറത്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെയാണെങ്കിൽ 1/3 ഇൻറ്റു R1:R2 എന്ന് പറഞ്ഞാൽ 2:1. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ആണ് അല്ലേ. അപ്പോൾ R1/R2 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2/1. റേഷ്യോ എന്ന് പറയുന്നത് തന്നെയാണ് ബൈ എന്ന് പറയുന്നത്. അപ്പോൾ R1/R2 എത്രയാ? 2/1. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ റേഷ്യോ. അപ്പോൾ ഇവിടെ R1/R2 പകരം ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഷ്യോ എത്രയാ? 2/1 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. കിട്ടിയത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് R1:R2 2:1 ആണെന്ന്. അതായത് R1/R2 ഏതാ? 2/1. അപ്പോൾ ഇവിടെ R1/R2 പകരം 2/1 എഴുതാം. സ്ക്വയർ അതുപോലെ തന്നെ ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് 1/3 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ആയി, 1ൻ്റെ സ്ക്വയർ 1 ആയി അല്ലേ. 3 ഇൻറ്റു 4/1 which can be written as 4/3. That will be the answer. So V1/V2 will be equal to 4/3. That will be the answer you will be getting. സോ ഇതുപോലെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എന്ത് ചെയ്യേണ്ടത്? ആദ്യം റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് തന്നിട്ടുണ്ട് 2:1 ആണ് അല്ലേ. അപ്പോൾ അത് 2/1. R1/R2 എന്ന് പറഞ്ഞാൽ 2/1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിൻ്റെയും ഫോർമുല എഴുതി. കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല, സിലിണ്ടറിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് R1/R2 പകരം 2/1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/1 എന്നായി. എന്ന് പറഞ്ഞാൽ 1 × 4 4 4/3. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ വോളിയം വിൽ ബി ഈക്വൽ ടു 4:3. അങ്ങനെയാണ് ആൻസർ കിട്ടുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എ കോൺ ആൻഡ് എ ഹെമിസ്ഫിയർ ഹാവ് ഈക്വൽ ബേസസ് ആൻഡ് ഈക്വൽ വോളിയംസ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദയർ ഹൈറ്റ്സ്. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദയർ ഹൈറ്റ്സ്. Cone and a hemisphere have equal bases and equal volumes. Find the ratio of their heights. ഒരു കോണും ഒരു ഹെമിസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. എ കോൺ and also a hemisphere. Both have, what is the condition given? Have equal bases. രണ്ടിൻ്റെയും ബേസ് ഈക്വൽ ആണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഈക്വൽ വോളിയംസ്. വോളിയംസും ഈക്വൽ ആണ്. ബേസസ് ആർ ഈക്വൽ and its volumes are also equal. നോക്കൂ, ഈ രണ്ട് ഫിഗറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. ബേസ് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാ? ഒരു സർക്കിളാണ് അല്ലേ. അപ്പോൾ ബേസസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഷേപ്പിൻ്റെയും അല്ലെങ്കിൽ രണ്ട് ഫിഗറിൻ്റെയും ഇതിനെന്താ പറയുക? ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു സർക്കിളാണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയാം. ഇതാണ് ഏരിയ ഓഫ് ദ സർക്കിൾ. അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഏരിയയും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ എന്ത് പറയാം? അതിൻ്റെ റേഡിയസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടിൻ്റെയും ബേസസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ, ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ കോണിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും എന്ത് തന്നെയായിരിക്കും? 6. രണ്ട് റേഡിയസും ഈക്വൽ ആയാൽ മാത്രമേ ബേസിൻ്റെ ഏരിയ എന്തായിരിക്കുള്ളൂ?
ഈക്വൽ ആവുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് റേഡിയസ് സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈക്വൽ വോളിയംസ്, വോളിയംസ് ഈക്വൽ ആണെന്ന് പറയുന്നു. ഇതിൻ്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ വോളിയം V2 ആണെന്ന് വിചാരിക്കുക. ആ രണ്ട് വോളിയം എന്താന്ന് പറയണേ, ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബൈ ദ ഗിവൺ കണ്ടീഷൻ രണ്ടിൻ്റെ വോളിയം ഈക്വൽ ആണെന്നല്ലേ പറയണേ. V1 ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാം, V2, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ടിൻ്റെ വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ V1 വിൽ ബി ഈക്വൽ ടു V2 എന്ന് എഴുതാം. V1 എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു കോണാണ് അല്ലേ. കോണിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല ഏതാ, 1/3 πr²h. അതാണ് വോളിയം കാണാനായിട്ടുള്ള ഫോർമുല. ഇനി നെക്സ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു ഹെമിസ്ഫിയർ ആണ്, അതാണ് V2. അതിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, 2/3 πr³. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ കോണിൻ്റെ വോളിയം, V2 എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ വോളിയമാണ്. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ വരും. രണ്ട് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. നോക്കൂ, /3 കോമൺ ആണ് രണ്ട് സൈഡിൽ, അത് കട്ട് ചെയ്ത് കളയാം. പൈ കോമൺ ആണ്, നമുക്ക് കട്ട് ചെയ്ത് കളയാം. നല്ലോണം ആലോചിക്കുക. ഈ r³ എന്ന് പറഞ്ഞാൽ എന്താ, r² ഇൻറ്റു r ആണ് അല്ലേ. r² 6 മൾട്ടിപ്ലൈ ചെയ്താലാണ് r³ വരിക. അങ്ങനെയാണെങ്കിൽ ഒരു r² രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുക ഏതാ, ലെഫ്റ്റ് സൈഡിൽ h ആണ്, റൈറ്റ് സൈഡിൽ ഒരു 2 ഉണ്ട്. പിന്നെ r² പോയാൽ r³ ഒരു 6 ബാക്കി ഉണ്ടായിരിക്കും. സോ h വിൽ ബി ഈക്വൽ ടു 2r. ദാറ്റ് വിൽ ബി ദ ടേം. ചെയ്തൊന്നുകൂടി പറയാം. ഇത് വോളിയം ഓഫ് കോൺ ആണ്, ഇത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ്. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. രണ്ടിൻ്റെ റേഡിയസ് ഈക്വൽ ആണ്, കാരണം ബേസസ് ആർ ഈക്വൽ എന്ന് പറയുന്നുണ്ട്. ബേസ് ഈക്വൽ ആണെങ്കിൽ അതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ റേഡിയസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് രണ്ടിൻ്റെ റേഡിയസ് r തന്നെ എടുക്കാൻ കാരണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബേസസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/3 ക്യാൻസലായി പോവും, പൈ ക്യാൻസലായി പോയി, r² ക്യാൻസൽ ചെയ്യാം. കാരണം r³ എന്ന് പറഞ്ഞാൽ r² ഇൻറ്റു r ആണ്. അപ്പോൾ r² കട്ട് ചെയ്ത് പോയാൽ ബാക്കി ഇവിടെ h ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ഇവിടെ 2 പിന്നെ ഒരു r³ r² കഴിഞ്ഞാൽ ബാക്കി ഒരു 6 ബാക്കി ഉണ്ടായിരിക്കും. സോ h വിൽ ബി ഈക്വൽ ടു 2r. നിങ്ങൾക്കൊരു റിലേഷൻ കിട്ടി, ഹൈറ്റ് ഓഫ് ദ കോൺ, അതാണ് h എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഡബിൾ ഓഫ് ദ റേഡിയസ്. ഇതാണ് റിലേഷൻ കിട്ടി. ഈ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈറ്റ്സ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിൻ്റെയും ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാ, h ആണ് അല്ലേ. നെക്സ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്ന് പറഞ്ഞാൽ ഏതാ, റേഡിയസ് ആണ്. നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തിന് എന്താ പറയുക, റേഡിയസ്. അപ്പോൾ രണ്ടിൻ്റെയും ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്, h/r. h എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ഹൈറ്റ്, r എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ h/r, h/r എന്ന് പറഞ്ഞാൽ എന്താ, h/r. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, h എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നാ പറഞ്ഞേ, 2r എന്ന് എഴുതാം അല്ലേ. ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഡബിൾ ഓഫ് ദ റേഡിയസ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ h-ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, 2r എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള r അതുപോലെ തന്നെ എഴുതി. അപ്പോൾ എന്താ വരിക, 2r ഡിവൈഡഡ് ബൈ r. ഇപ്പോൾ ഇവിടെ ഒരു r ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്തുണ്ട്, അവിടെ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പോൾ h/r ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. രണ്ടിൻ്റെ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ. h എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ഹൈറ്റ്, r എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ്, അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏതാ, h/r ആണ്. അതിൽ h-ന് നമ്മളിവിടെ എന്തെന്നാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, 2r ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ h-ന് പകരം നമ്മൾ എന്ത് ചെയ്തു, 2r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബൈ r അതുപോലെ തന്നെ എഴുതി. അപ്പോൾ h/r എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്താ അർത്ഥം, 2r/r. അല്ല, r കട്ട് ചെയ്താൽ ബാക്കി ഉണ്ടാവുക ഏതാ, 2/1. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, h/r ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി, 2:1. ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. ഈ ഹൈറ്റിനെ റേഡിയസിലേക്ക് 2r ചേഞ്ച് ചെയ്യാൻ കാരണം
എന്നാൽ മാത്രമേ കോമൺ ആയിട്ടുള്ള 6 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ എച്ച് എന്തെന്ന് എഴുതാൻ കാരണം 2r. അപ്പോൾ 6 കട്ട് ചെയ്ത് പോയാൽ ബാക്കി 2 വരും. അപ്പോൾ അടിയിലൊരു 1 ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. കോണിൻ്റെ ഹൈറ്റും ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 2:1 ആയിരിക്കും വരിക. മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സിമ്പിളാണ്, പക്ഷെ അത് ഐഡിയ പിടി കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. The circumference of the base of a 9 meter high wooden solid cone is 44 meter. Find the volume of the cone. ക്വസ്റ്റ്യനിൽ പറയുന്നത് circumference of base of a 9 meter high wooden solid cone. എന്താ പറഞ്ഞ സർക്കംഫറൻസ് ഓഫ് ഇറ്റ്സ് ബേസ്. ഇതാണ് ബേസ്. ബേസ് എന്താ? ഒരു കോണിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ആണ് അല്ലെ. സർക്കിളിന്റെ എന്താണ് തന്നിട്ടുള്ളത്? സർക്കംഫറൻസ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ? 2πr. കോണിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്. സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. എത്രയാ? 44 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അതാണ് നമുക്ക് തന്നിട്ടുള്ളത് 44. കോണിൻ്റെ ബേസ് എന്ന് പറഞ്ഞ സർക്കിളാണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 44. അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഏതാ? 2πr. അപ്പോൾ 2πr is equal to 44 എന്ന് പറയാം. 44 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 × 22/7 × റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റേഡിയസ് തന്നിട്ടില്ല, ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കണം. is equal to 44. So what you will be getting is r is equal to 44. 7 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 × 22 എന്ന് വന്നു. നമുക്കറിയാം 2 × 22 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്ത് പോയാൽ 44 കട്ട് ചെയ്തു, ബാക്കി എന്തുണ്ടാവുക? 7. 2 × 22 44 ആണ്. 44 കട്ട് ചെയ്താൽ ബാക്കി ഉണ്ടാവുക r is equal to 7 എന്ന് വരും. സോ റേഡിയസ് വിൽ ബി ഈക്വൽ ടു 7 മീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? വോളിയം ഓഫ് ദ കോൺ. വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു, കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല ഏതാ? 1/3 πr² h എന്ന് പറഞ്ഞാൽ 1/3 × π is 22/7. റേഡിയസ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് അല്ലേ. ഹൈറ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് ഗിവൺ 9 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ 22/7 × റേഡിയസ് ഈസ് 7. 7 × 7 × 9. So 1/3 × 22/7 × 7 × 7 × 9. That will be the term. So 7 can be cancelled. 3 in 9 can be cancelled 3 times. അപ്പോൾ ബാക്കി ഉണ്ടാവുക 22 × 7 × 3 ആണ്. 22 × 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 154. Then it into 3. 154 × 3. 12 remaining 1. So what you will be getting is 462. What is the unit we will have? Meter cube. Volume ആണ്. അപ്പോൾ 462 meter cube. That will be the volume of the cone. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം റേഡിയസ് കണ്ടുപിടിക്കുക, എന്നിട്ട് കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. The radius and height of a cylinder are in the ratio 5:7 and its volume is 550 centimeter cube. Find its radius. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ആർ ഇൻ ദ റേഷ്യോ 5:7. റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് 5:7. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 5:7. സിലിണ്ടർ നമുക്കറിയാം ഇതുപോലെ വരും. അതിൻ്റെ ഹൈറ്റും അതുപോലെ റേഡിയസും ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 5:7. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 550 centimeter cube.
550 സെൻറ്റിമീറ്റർ ക്യൂബ് തരുന്നുണ്ട്. ഇത് ഏത് ഷേപ്പാണ്? ഒരു സിലിണ്ടർ ആണ് അല്ലേ? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 550 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പൈക്ക് വാല്യൂ കൊടുത്തു 22/7. ഇവിടെ റേഡിയസും ഹൈറ്റും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റേഡിയസ് ഈസ് നോട്ട് ഗിവൺ, ഹൈറ്റ് ഓൾസോ ഈസ് നോട്ട് ഗിവൺ. പക്ഷെ അത് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ 5:7 ആണെങ്കിൽ റേഡിയസ് 5 എന്ന് എടുക്കാൻ പാടില്ല, ഹൈറ്റ് 7 എന്ന് എടുക്കാൻ പാടില്ല. അത് തമ്മിലുള്ള റേഷ്യോ ആണ് 5:7. അപ്പോൾ റേഷ്യോ തന്നാൽ വാല്യൂ കാണാനായിട്ട് നമുക്കറിയാം ചെയ്യേണ്ടത് റേഷ്യോ എന്ന് വാല്യൂസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 5 എന്നുള്ളത് വാല്യൂ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതുക? 5 എന്നല്ല 5x, വേർ x ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. അതുപോലെ എച്ച് നമ്മൾ എടുക്കുമ്പോൾ 7 എന്നല്ല എടുക്കുക. എങ്ങനെ എടുക്കുക? 7x. നമ്മൾ സെവൻത്തിൽ 8th പഠിച്ചിട്ടുണ്ട് റേഷ്യോ എങ്ങനെയാണ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാം. വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റേഷ്യോനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 എന്ന് എടുക്കരുത്, 5x എന്നെടുക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? 7x. അപ്പോൾ r വിൽ ബി 5x, h വിൽ ബി 7x. അങ്ങനെ വേണം വാല്യൂ എടുക്കാനായിട്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദിസ്. റേഡിയസ് എടുക്കുമ്പോൾ 5 എന്നല്ല 5x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. h എന്ന് പറഞ്ഞാൽ ഏതാ? 7x ഹോൾ സ്ക്വയർ. വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റേഷ്യോനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 550. നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25 അല്ലേ? എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു 7ൻ്റെ സ്ക്വയർ 49, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 550 എന്ന് വരും. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. എച്ചിന് സ്ക്വയർ ഇല്ല, അപ്പോൾ എച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7x എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സോ ഇറ്റ് വിൽ ബി 7x, 25x സ്ക്വയർ ഇൻറ്റു 7x എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, എച്ചിന് സ്ക്വയർ ഇല്ല, 7x എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇൻറ്റു 7x അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 7ഉം 7ഉം കട്ട് ചെയ്ത് കളയാം. 22 ഇൻറ്റു 25x സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? എക്സ് ക്യൂബ് ആയി മാറും അല്ലേ? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 550 എന്നായി. അപ്പോൾ 22 ഇൻറ്റു 25 ഇൻറ്റു എക്സ് സ്ക്വയറും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തത് എക്സ് ക്യൂബായി മാറി. ഇറ്റ്സ് ഈക്വൽ ടു 550. അതിൽ എക്സ് ക്യൂബ് മാത്രം ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയുള്ള ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ 550 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 25 എന്നാണ് വരിക. അതായത് 550 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 550 തന്നെയാണ് വരിക കേട്ടോ. മൾട്ടിപ്ലൈ നോക്കിയാൽ അറിയാം. 22 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 550 ആണ്. സോ 550 ആൻഡ് 550 ക്യാൻ ബി ക്യാൻസൽ, വിച്ച് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ക്യൂബ് വിൽ ബി ഈക്വൽ ടു 1. കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് പോവും. ആൻസർ 1 എന്നാണ് വരിക. അത് എക്സ് ക്യൂബിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 1 ആണ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 1നെ 1 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? രണ്ട് സെയിം അല്ലേ? 1 എന്ന് പറഞ്ഞാലും 1 ക്യൂബ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ക്യൂബ് ഇടാം. അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 ക്യൂബ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പോണൻസ് സെയിം ആണെങ്കിൽ ബേസസ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 1. സോ വി ക്യാൻ സേ എക്സ് ഈസ് ഈക്വൽ ടു 1. 1നെ 1 ക്യൂബ് എന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 1നെ വേണമെങ്കിൽ നമുക്ക് 1 ക്യൂബ് എന്ന് എഴുതാം. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് എഴുതിയത് രണ്ട് സൈഡിലും എക്സ്പോണൻറ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും 3 ആണെങ്കിൽ ബേസസ് ഈക്വൽ ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1. ക്യൂബ് റൂട്ട് എടുക്കുകയാണ് ചെയ്യണത് ആക്ച്വലി. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 1. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു കോൺസ്റ്റൻറ്റ്. അതായത് റേഷ്യോനെ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റൻ്റ് ആണ് എക്സ് നമ്മൾ എടുത്തത് അല്ലേ? അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. എത്ര? 1 എന്ന് കിട്ടിയത്. ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് എന്നാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, റേഡിയസ് എന്ന് പറഞ്ഞാൽ 5x അല്ലേ? അപ്പോൾ r ഈസ് ഈക്വൽ ടു 5x എന്നാണ്.
ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത് 1, ആ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആർ വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 1, വാട്ട് വിൽ ബി 5. 5 എന്താ യൂണിറ്റ്സ് വരിക? സെൻറ്റിമീറ്റർ. സോ ഫൈനൽ ആൻസർ യു വിൽ ബി ഗെറ്റിംഗ് റേഡിയസ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, അത്ര ബുദ്ധിമുട്ടില്ല, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. So thank you for watching. Don't forget to subscribe.